ബിസിനസ് സ്റ്റഡീസിലെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാനേജ്മെൻറ്റ്. 2, ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ. ഒന്നും വിട്ട് കളയാനായിട്ട് ഈ ചാപ്റ്ററിൽ ഇല്ല. ഇതുവരെ ഒന്നും ഒഴിച്ചിട്ട് അവർ വെച്ചിട്ടില്ല. എക്സാമുകളിലൊന്നും ഇവർ ഈ ചാപ്റ്ററിൽ ഒരു കാര്യങ്ങളും ഒഴിച്ചു മാറ്റിയിട്ടില്ല. എല്ലാം ഉൾക്കൊള്ളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ ഗ്ലോബൽ കോൺസെപ്റ്റ്. It is the administration of an organization. It is essential for all organizations like schools, hospitals, manufacturing enterprises, etc. They can be small or big, profit or profit making, so on. ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സ്റ്റൈൽസുകളും ഒക്കെയാണ് നമുക്ക് ഈ മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ കോൺസെപ്റ്റാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഏതൊരു ടൈപ്പ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഈ പറയുന്ന മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു ഓർഗനൈസേഷൻ ഭരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന മാനേജ്മെൻറ്റ് നമുക്ക് എന്താണ് അത്യാവശ്യമാണ്. അത് ഒരു ചെറിയ ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷൻ ആവാം. അത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന ഒരു ഓർഗനൈസേഷൻ ആവും, ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്തൊരു ഓർഗനൈസേഷനും ആയിരിക്കാം. സോ ഇത് എല്ലാ ഓർഗനൈസേഷനിലും എന്താണ്, എസെൻഷ്യലാണ്. നമുക്ക് മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ നോക്കാം. അതൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണ്. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് എഫിഷ്യൻ്റ്ലി അക്കംപ്ലിഷ് സെലക്റ്റഡ് എയിംസ്. ഗ്രൂപ്പുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യാണ്, തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം കാര്യക്ഷമമായി നിറവേറ്റാൻ ഒരു അന്തരീക്ഷം രൂപകൽപ്പന ചെയ്യുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്, ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മാനേജ്മെൻറ്റ് എന്ന് പറയുക. അതായത് എല്ലാ ഓർഗനൈസേഷനും ഒരു ഗോൾ ഉണ്ടാവും. ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ എയിം. കോമൺ ഗോളിലേക്ക് നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ എല്ലാ എംപ്ലോയീസും നല്ല രീതിയിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻവയോൺമെൻറ്റ് വേണം. നമുക്ക് നല്ല സാലറി കിട്ടുന്ന അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് അവിടെ വേണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പറയുക. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാനേജ്മെൻറ്റ്, അതിൽ നമുക്കൊരു 7 പോയിൻ്റ് വരുന്നുണ്ട്. മിനിമം ഒരു 5 പോയിൻ്റെങ്കിലും പഠിച്ചിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് always aims at achieving the organizational objectives along with the personal goals of the employees. It unites the efforts of individual to the common goal. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. അതായത് ഇതൊരു ലക്ഷ്യബോധമുള്ള ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവർക്കൊരു എയിം ഉണ്ടായിരിക്കും, എന്താണ് അവർ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം എപ്പോഴും അവർക്ക് ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും അവരുടെ പരിശ്രമം. സെക്കൻഡ് പോയിന്റ്, മാനേജ്മെൻറ്റ് ഈസ് എ ഓൾ പെർവാസീവ്. ഇറ്റ് ഈസ് എ ഗ്ലോബൽ കോൺസെപ്റ്റ് ഇൻ ബോത്ത് ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. ഓൺലി ദ ഫങ്ഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് മാനേജർ is different. It is performed in all departments of all organization at all levels. എല്ലായിടത്തും ഇത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്ക് ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നമ്മളെ ഇവിടുത്തെ പെർഫോം ചെയ്യുന്ന രീതികൾ, ഫങ്ഷൻസ്, അതിന് മാത്രമാണ് എന്ത് വരുള്ളൂ, മാറ്റം വരുള്ളൂ. നമ്മുടെ ഓർഗനൈസേഷനിലെ
എന്ത് കാണാൻ, പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മാനേജ്മെൻറ്റിൽ സാധിക്കും. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയണേ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം മാത്രമല്ല. അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെൻറ്റ് ഒരു വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മാനേജർ ആണെങ്കിൽ ആ മാനേജ്മെൻറ്റിലെ വർക്ക് എങ്ങനെ ചെയ്യണം, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ഇന്നത് ഇങ്ങനെ ചെയ്യണം, അതുപോലെ ഇന്നത് ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യേണ്ടത്. അങ്ങനെ വഴിക്കായിട്ട് ഒരു പ്ലാനിങ് അവർക്ക് ഉണ്ടായിരിക്കും. ഒറ്റൊരു പ്രവർത്തനത്തോടെ കൂടി കഴിയുന്നതല്ല, അത് പല പല കാര്യങ്ങൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീല് ചെയ്യുന്നുണ്ട്. Different functions that the management performs like planning, organizing, etc. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് പറയുന്നത്. Fifth point, management is a group activity. Management always refers to the group of people involved in managerial activities. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് പ്രവർത്തനമാണ്. ഒരു ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്ത് മതി, ഒരു മാനേജർ മാത്രം മതി. തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിയന്ത്രിക്കാനും അതിനൊക്കെ ഒരു മാനേജർ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. പക്ഷേ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഒരു പാനലിൻ്റെ ആവശ്യം നമുക്ക് വേണ്ടി വരും അല്ലേ. എക്സ്പേർട്ടുകളായിട്ടുള്ള കുറച്ച് എംപ്ലോയീസിൻ്റെയും ഒക്കെ ആവശ്യം, എന്താ പറയുക, ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് എന്തായാലും വേണ്ടി വരും. അതുകൊണ്ട് അവിടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷനാണ്, ബിക്കോസ് ഇറ്റ് കീപ്സ് ഓൺ changing with the change that takes place in environment. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫങ്ഷനാണ്. കാരണം എന്താ, പരിസ്ഥിതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം അത് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവിടെ ഡൈനാമിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഇറ്റ് cannot be seen or touched, but its presence can be felt in the organization. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അദൃശ്യ ശക്തിയാണ്. നമുക്കത് എന്ത് ചെയ്യാനോ, കാണാനോ സ്പർശിക്കാനോ തൊടാനോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ കാണാനോ സ്പർശിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ അതിൻ്റെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യും. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അദൃശ്യ ശക്തിയാണ്. അത് നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല, പക്ഷെ അതിൻ്റെ പ്രസൻസ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്. ഒബ്ജക്റ്റീവ്സിൽ നമുക്ക് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 തരത്തിലാണ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. തേർഡ് വൺ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, the main objectives of an organization should be utilization of the human and material resources to fulfill the economic objectives of the business. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ, ബിസിനസ്സിൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണമെന്നാ, പൂർണ്ണമായിട്ട് നിർവഹിക്കണം എന്നുള്ള കാര്യമാണ് ഓർഗനൈസേഷനിൽ ഒരു സ്ഥാപനത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്ന കാര്യം അതാണ്. അതിൽ സർവൈവൽ വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്, ഗ്രോത്ത് വരുന്നുണ്ട്. നമുക്ക് സർവൈവൽ എന്താണെന്ന് നോക്കാം. ടു സർവൈവ് ഓഫ് എ ലോങ് പീരീഡ് ഓഫ് ടൈം ഇൻ ദ മാർക്കറ്റ്, ദ ഓർഗനൈസേഷൻ മസ്റ്റ് ഏൺ ഇനഫ് റവന്യൂ ടു കവർ ദ കോസ്റ്റ്. സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവനാണ്. എന്ത്, വിപണിയിൽ ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെലവ് വഹിക്കാൻ ആവശ്യമായ വരുമാനം നമ്മൾ കമ്പനിയിൽ എന്ത് ചെയ്യണം, നേടണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സർവൈവൽ എന്ന് നമ്മൾ പറയുക. ഇനി നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്. എവറി organization aims at earning maximum profit. It is considered as the reward for the risk. It is essential for survival, growth
ആൻഡ് എക്സ്പാൻഷൻ ഓഫ് എ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഓരോ സ്ഥാപനവും എന്താണ് ചെയ്യുക, പരമാവധി ലാഭം നേടുക എന്ന ലക്ഷ്യമാണ് ഓരോ ബിസിനസ്സിനും ഉണ്ടായിരിക്കുക. ഓരോ കമ്പനിയും ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ ഏർണിങ്സ് നമുക്ക് ഉണ്ടാവണം എന്ന ഒറ്റൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. ഇപ്പം ഞാൻ ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മൾ എന്താ ചിന്തിക്കുക, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നൊറ്റൊരു ചിന്തയെ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, നമ്മളെടുക്കുന്ന റിസ്ക്, ആ റിസ്കിന് കിട്ടുന്ന റിവാർഡാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്രോത്താണ് വരുന്നത്. Ultimate objective of every organization is growth. Success of a business is measured in terms of growth, and growth is measured in terms of sales volume, profit, etc. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ചയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഓരോ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം എന്തായിരിക്കും, കുറേ ഏൺ ചെയ്യണം എന്നുള്ള കാര്യമാണ്. ആ ഏണിങ്ങിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ആ ബിസിനസ് എന്ത് ചെയ്യും, കുറച്ചും കൂടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. കുറച്ചും കൂടി നമ്മൾ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി ആ ബിസിനസ് നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക്, നല്ലൊരു ടോപ്പ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിശ്രമിക്കും. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുക. അതുപോലെ ഇനി നമുക്ക് രണ്ടാമത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതിൽ നമുക്ക് നോക്കാം എന്താ പറയണതെന്ന്. ഇറ്റ് മീൻസ് ക്രിയേഷൻ ഓഫ് benefit to the society. Business is a part of society and it is use almost all the resources from this external environment. Therefore, a business is always committed to society. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സമൂഹത്തിന് നേട്ടമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിലൂടെ നമ്മളോട് പറയുന്നത്. ബിസിനസ് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം സമൂഹത്തിന് എന്തെല്ലാം നേട്ടമുണ്ടാക്കുന്നോ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് പോയിൻ്റാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഈസ് മെയ്ഡ് അപ്പ് ഓൺ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിഫറെൻറ്റ് നീഡ്സ്. ദെയർ അൾട്ടിമേറ്റ് എയിംസ് ഈസ് ടു സാറ്റിസ്ഫൈ ദെയർ പേഴ്സണൽ നീഡ്സ്. എംപ്ലോയീസ് ലൂസ് ദെയർ ഇൻട്രസ്റ്റ് വെൻ ദെയർ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആവശ്യങ്ങളാണ്. അവിടെ പല പല ആവശ്യങ്ങളാണ് വരുന്നത്. എങ്ങനെ പല പല വ്യക്തികളാണ് അവിടെ ഉള്ളത്, കൂടിച്ചേരുന്നത്. ആ സംഘടനയാണ് നമ്മൾ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. അവിടെ അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടേതായതല്ല, എല്ലാവരുടെയും അല്ല, ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറയുക. അടുത്തത് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റുകളാണ്. 3 മാർക്കിന് നമ്മളോട് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. 3 ടൈപ്പ് ഓഫ് കോൺസെപ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് പ്രോസസ്സ് പറയുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് പ്രോസസ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഫിഷ്യൻസി പറയുന്നുണ്ട്, എഫക്റ്റീവ്നെസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രോസസ്സ് എന്ന് നോക്കാം. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ, എക്സാമ്പിൾ ഒരു ചായ ഉണ്ടാക്കുക, അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതുപോലെ പഠിക്കാൻ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. എല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉണ്ട്. വെരി സിമ്പിൾ, വൺ ആഫ്റ്റർ അനദർ എന്ന് നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞ പോലെ ഒരു സെക്കൻഷൻ ഓർഡർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയുന്നതാണ് പ്രോസസ്സ് എന്നാണ് നമ്മളതിനെ പറയുക. അപ്പോൾ വഴിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മൾ പ്രോസസ്സ് എന്നാണ് പറയുക. പിന്നെ എഫക്റ്റീവ്നെസ് ആണ് വരുന്നത്. സമയബന്ധിതമായിട്ട് നമ്മൾ ജോലി പൂർത്തിയാക്കുക, അതിനെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുക. അതുപോലെ തന്നെ എഫിഷ്യൻസി വരുന്നുണ്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവും വിഭവങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മളെ ജോലി പൂർത്തിയാക്കുക, ഇതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുക. എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും വരുമ്പോൾ രണ്ടും ഒന്നാണെന്ന് കരുതിയിട്ട് അർത്ഥം ഒരുമിച്ചിട്ട് എഴുതുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്, രണ്ടും വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ്നെസ്സിൻ്റെയും എഫിഷ്യൻസിൻ്റെയും ഡിഫറൻസ് നമ്മളോട് 3 മാർക്കിന് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും എടുത്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, അതിൽ 3 ടൈപ്പ് ഒബ്ജക്റ്റീവ്സുകൾ പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ നേച്ചറാണ് പറയാനുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും ക്ലിയറായി നോട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ നല്ലോണം അതുപോലെ പറഞ്ഞ പോലെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.